എഡിറ്റോറിയൽ ടീം വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തുമെന്ന് എഡിറ്റർ ഇൻ ചീഫ് ആർ അജിത് കുമാർ വ്യക്തമാക്കി. നമസ്കാരം. മംഗളം ടെലിവിഷന്റെ ഉദ്ഘാടന ദിവസം സംപ്രേഷണം ചെയ്ത വാർത്തയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണിത്. ആ വാർത്തയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ മംഗളം ടെലിവിഷൻ നിർവ്യാജം ഖേദിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകർ ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അവരിൽ മിക്കവരും ഞങ്ങളുടെ ഗുരുസ്ഥാനീയരാണ്. ഞങ്ങൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. അവരുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളും. സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ ഉണ്ടായി. മാധ്യമപ്രവർത്തകർക്കും KUWJ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾക്കും പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ വാർത്തയിൽ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ ചൂണ്ടിക്കാണിച്ച ചില പിശകുകളുണ്ട്. ഒന്നാമതായി, ഈ വാർത്ത പൂർണ്ണ രൂപത്തിൽ മറ്റ് മുൻകരുതലുകൾ എടുക്കാതെയാണ് സംപ്രേഷണം ചെയ്തത്. അത് പിശകാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുപോലെ ഇത് സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ കാണാറുള്ള സ്റ്റിംഗ് ഓപ്പറേഷനാണ്. ഇത് ഞങ്ങൾ നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് അതിൽ പങ്കെടുത്തവരുടെ ഐഡന്റിറ്റി പുറത്താകാതിരിക്കാനാണ്. അത് നേരത്തെ തീരുമാനിച്ചതുമായിരുന്നു. എന്നാൽ ഞങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രചരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തകരെ നിർബന്ധിച്ച് സ്റ്റിംഗ് ഓപ്പറേഷന് വിട്ടു എന്നാണ്. അത് സത്യമല്ല. മുതിർന്ന 8 മാധ്യമ പ്രവർത്തകർ അടങ്ങിയ എഡിറ്റോറിയൽ ടീം കൂട്ടായി എടുത്ത തീരുമാനമാണിത്. സ്വയം ഏറ്റെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. മറ്റ് ആരും ഇത് അറിഞ്ഞതുമില്ല. വ്യാപകമായ സത്യവിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്നതിനാലാണ് ഈ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ജുഡീഷ്യൽ അന്വേഷണ വേളയിൽ അവിടെ വെളിപ്പെടുത്താനിരുന്നതാണ് ഇവയെല്ലാം. സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനം ഞങ്ങളുടെ എഡിറ്റോറിയലിൽ ഏർപ്പെടുത്തുന്നതാണ്. മംഗളം എല്ലാ കാലത്തും തിന്മയ്ക്കെതിരെ പോരാടിയിട്ടുണ്ട്. ഇനിയും ആ പോരാട്ടം തുടരും. ഒരു വീഴ്ചയുടെ പേരിൽ ഈ പുതിയ മാധ്യമ സംരംഭത്തെ തകർക്കാൻ ആരും കൂട്ടുനിൽക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവരുടെയും സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.